ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ റവ കൊണ്ടുണ്ടാക്കിയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ്. റവ ഞാൻ 1 കപ്പ് എടുക്കുന്നുണ്ട്. റവ വറുത്താണെങ്കിലും വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നത്. ഒരു ബൗൾ ഫുള്ളായിട്ട് റവ എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതോടൊപ്പം ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ബൗളിൻ്റെ കാൽഭാഗം ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷുഗറൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്കായിട്ട് 2 മുട്ട കൂടി ചേർക്കണം. മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്ക്ക് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലായിട്ട് ചേർക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. ശേഷം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതിലേക്ക് കുറച്ച് വിനേഗർ കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു കേക്കിൻ്റെയൊക്കെ ടെക്സ്ചർ കിട്ടും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഓരോ പാത്രങ്ങളിലാക്കി ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു പാത്രത്തിനകത്ത് മൊത്തം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പാകമായിട്ട് എടുക്കുന്ന സമയത്ത് ഇത് അടിപിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂ ഇട്ട് ഗാർണിഷ് ചെയ്യാം. സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് നോക്കാം. റവ ഉപയോഗിച്ചുള്ളൊരു അടിപൊളി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ചായക്കൊപ്പമോ അല്ലാതെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിതിൽ ബേക്കിംഗ് സോഡ ചെറിയൊരു അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഇത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇതുപോലെ അത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.